ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് ഒരുപാട് ലൈക്ക് കുറവാണ്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോ കമൻസ് ഓരോ അഭിപ്രായങ്ങൾ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇത്രയും എഫേർട്ട് ഇട്ട ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു സന്തോഷമല്ലേ നമുക്ക് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ജംപ്സ്യൂട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 10 ഇഞ്ച് ലെങ്ത്തുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്കിത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 10 ഇഞ്ചാണ് കേട്ടോ. നമ്മുടെ കുട്ടിയുടെ ഷേപ്പിൻ്റെ ലെങ്ത്താണ്. ഇനി നമുക്ക് 4 ഇഞ്ച് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴേക്ക് 3 ഇഞ്ച് ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 8 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആം ഹോളൊന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. അതേപോലെ തന്നെ താഴെയും സെയിം 8 ഇഞ്ച് തന്നെ കൊടുക്കുക. നമ്മൾ ഫ്രോക്കിനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ചൊക്കെ കുറച്ചിട്ടാണ് എടുക്കാറ്. അപ്പോൾ ഈ ഒരു ജംപ്സ്യൂട്ടിന് നമ്മൾ സെയിം ചെസ്റ്റും അതേപോലെ തന്നെ വേസ്റ്റും ഒരേ മെഷർമെൻറ്റാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി ഞാൻ 19 ഇഞ്ച് ലെങ്ത്തും 22 ഇഞ്ച് വീതിയുള്ള 2 പീസും ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഇതുപോലെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. മൊത്തം 4 ആക്കിയിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു മുകളിലത്തെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസില്ലേ, ആ പീസിനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മുടെ ഫോൾഡായ ഭാഗം നമ്മുടെ വശത്തായിരിക്കണം, ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മുടെ ഓപ്പോസിറ്റ് വശത്തായിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ കറക്റ്റ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴേക്ക് 8.5 ഇഞ്ച് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു വീതിയായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഒരു 1.5 ഇഞ്ചിലേക്ക് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ക്രോസ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കാലിൻ്റെ വണ്ണാണ് മാർക്ക് ചെയ്യുന്നത്. 8 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് വീതി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ക്രോച്ച് ലെങ്ത്തിൽ നിന്നും നമ്മുടെ താഴേക്ക് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ട് സെയിം ഈ ഒരു ലൈനിലൂടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം 3 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു വശത്ത് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ചെസ്റ്റിൻ്റെ വശത്ത് ഒരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് വശത്ത് നമ്മളിതുപോലെ ഫ്രില്ലിടുക. എന്നിട്ട് നമ്മളെ യോക്കിൻ്റെ ആ പീസ് എടുത്തിട്ട് നമ്മുടെ നെക്കിൻ്റെ ഭാഗം, നമ്മൾ നെക്കൊന്നും ഇതിൽ ചെയ്യുന്നില്ല കാരണം നമ്മൾ വള്ളിയാണ് വെച്ചെടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു മുൻവശത്ത് ഇതുപോലെ നല്ല വശത്ത് ഈ ഒരു ഫ്രില്ലിൻ്റെ നല്ല വശം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്, കണ്ടില്ലേ. ഈ ഒരു ഫ്രില്ല് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണമെന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു 1.5 ഇഞ്ച് വീതിയുള്ള മറ്റൊരു പീസും കൂടെ വേണം, സെയിം ഈ ഒരു ലെങ്ത്തിൽ. എന്നിട്ട് ഈ ഒരു പീസിൻ്റെ ഓപ്പോസിറ്റ് വശത്ത്, ചീത്ത വശത്ത് ഈ ഒരു പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ വള്ളി വെക്കുന്നതുകൊണ്ട് നെക്കൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 1.5 ഇഞ്ച് മാത്രം എടുത്താൽ മതി കേട്ടോ പീസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനെടുത്ത് ഇത്തിരി ഏറെ ആയിരുന്നു, അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഫ്രില്ലിൻ്റെ മുകളിലേക്ക് നല്ല വശത്തേക്ക് ഇതിനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതവിടെ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ ഒരു ഫ്രില്ല് കിട്ടിയിട്ടുണ്ട്. ഇനി സെയിം ഈ ഒരു പീസും ഇതുപോലെ ചെയ്യുക. ഞാനിപ്പോൾ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ നമുക്കിതിൻ്റെ സൈഡൊന്ന് കൂട്ടി തയ്ച്ച് കൊടുക്കാം. നമ്മുടെ ആംഹോളിൻ്റെ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് 2 വശം ഷേപ്പ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പാൻറ്റിൻ്റെ വശം കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ടാവില്ല, നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ടിൻ്റെ നല്ല വശങ്ങളും ഒരുമിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഒരു കർവ് ചെയ്ത ഭാഗമല്ലേ, ക്രോച്ച് ഏരിയ അല്ലേ, അത് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിലാണ് കേട്ടോ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ടുള്ളത്. ഇതുപോലത്തെ പ്രിൻ്റ് ആയതുകൊണ്ട് നല്ലതാണ് മോശം വശമാണോ എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബോഡി പാർട്ടും
ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ബോഡി പാർട്ടിൻ്റെ വിടുത്തും നമ്മുടെ പാൻറ്റ് ക്രോച്ചിൽ ഇത് കൂട്ടിയതിൻ്റെ വിടുത്തും സെയിം ആയിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ബോഡി പാർട്ട് ഇതേപോലെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഭാഗമല്ലേ, നെക്കിൻ്റെ ഭാഗം ഈ പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു വശവും നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ ആ ഒരു വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ചുറ്റൊന്ന് ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ പാൻറ്റിൻ്റെ താഴത്തെ വശം ഒന്ന് നമുക്ക് ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കുക. എന്നിട്ട് വീണ്ടും ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാനൊരു 1/4 ചെയ്തെടുക്കുന്നുണ്ട്, മറ്റേതും ഇതുപോലെ തന്നെ നമ്മൾ 2 ആക്കിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡ്രസ്സാണ് കേട്ടോ. അത് നല്ല സ്റ്റൈലുമാണ് അത് കുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി പറയാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡ് കൂട്ടിയെടുക്കാം. നമ്മുടെ പാൻറ്റ് ഉണ്ടല്ലോ അതൊന്ന് കൂട്ടിയെടുക്കുക. അതേപോലെ നമ്മളൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ ഇലാസ്റ്റിക്കൊക്കെ വെച്ചെടുക്കുന്നുണ്ട്. ഇലാസ്റ്റിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഇലാസ്റ്റിക് വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്രോസ് പീസാണ്. അപ്പോൾ നമ്മുടെ ആം ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് അതിനൊന്ന് ജോയിൻ ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ക്രോസ് പീസിൻ്റെ സെൻറ്റർ വശം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററും നമ്മുടെ ആം ഹോൾ തയ്ച്ചതിൻ്റെ ആ ഒരു നമ്മളിപ്പോൾ ഷേപ്പാക്കി എടുത്തതിൻ്റെ ഒരു സെൻറ്ററും സ്റ്റിച്ചിങ് കാണുന്നുണ്ടാവും. അവിടെ അത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, അതുപോലെ അങ്ങോട്ട് ഫോൾഡ് ചെയ്യുക. ഇതിൻ്റെ സെൻറ്ററിലോട്ട് 2 വശത്തൊന്നും ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ട് 2 വശങ്ങളും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ 2 ആക്കിയിട്ട് ഫോൾഡ് ചെയ്യുക. സെൻറ്ററിലേക്ക് 2 വശത്തൊന്നും ഫോൾഡ് കൊടുത്തിട്ട് ഒരു വശത്തുനിന്ന് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞാൻ ഫസ്റ്റ് പീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ സൈഡിക്കും 2 വള്ളിയും സെയിം അളവിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വള്ളിയൊക്കെ 2 സൈഡിലും വെച്ചെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ടൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ആം ഹോളിൻ്റെ വശം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിപ്പോൾ ഷേപ്പ് ചെയ്തില്ലേ, ഫാൻറ്റും നമ്മുടെ ബോഡി പാർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്തില്ലേ, ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് അവിടെ ഇനി നമ്മൾ ഷേപ്പിൻ്റെ അവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മാസ്കിനൊക്കെ വെക്കുന്ന ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആ ഒരു ഇലാസ്റ്റിക്കാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഇനി ഇതിലേറെ വലിയ ഇലാസ്റ്റിക് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ ഞാനിപ്പം കൊടുക്കുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ സ്റ്റിച്ചിൻ്റെ ഇപ്പറേ വശത്ത് കൂടി അതിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ കുറച്ച് ഇപ്പുറത്ത് കൂടി കേട്ടോ ഇത് കൊടുക്കേണ്ടത്. ഇലാസ്റ്റിക് വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇലാസ്റ്റിക്കിനെ വലിച്ചിട്ട് വേണം സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. ആ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്യുക, നന്നായിട്ട് വലിച്ചെടുക്കുക. നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് വേണം ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാൻ, എങ്കിലേ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ അത് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ലൂസായി പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഇലാസ്റ്റിക് വെച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഷേപ്പൊക്കെ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ പാൻറ്റിൻ്റെ താഴത്തെ വശത്തും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഓപ്ഷണലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം പാൻറ്റിൻ്റെ താഴത്തും കൂടെ കൊടുക്കുന്നുണ്ട്. താഴെ നമ്മൾ ഇലാസ്റ്റിക് വെക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ മടക്കി തയ്ച്ചില്ലേ, അതിൻ്റെ കുറച്ച് മുകളിലേക്കാക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് കഴിഞ്ഞാലും അവിടെ നമ്മൾ ഇട്ട് കഴിയുമ്പം താഴെ ഒരു ഫ്രില്ല് പോലെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുക 2 കാലിലും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് ചെയ്തെടുക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ നിങ്ങൾ പഴയൊരു ക്ലോത്ത് വെച്ചിട്ട് ആദ്യം ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ല തുണി വാങ്ങിയിട്ട് നല്ല കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ അത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ. ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക് യു.